കേരള സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ സർക്കാർ അനുകൂലികളായ അംഗങ്ങൾ അധിക്ഷേപിച്ചെന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയിൽ പരാതിപ്പെട്ടു. കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഗവർണറുടെ നോമിനികൾ ആരോപണം ഉന്നയിച്ചത്. കോടതി സർക്കാരിനോട് മറുപടി തേടി ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളാണ് ഈ പരാതി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ ഇടതനുകൂല സെനറ്റ് അംഗങ്ങൾ അധിക്ഷേപിച്ചതായാണ് ഇവർ ഹൈക്കോടതിയിൽ പറയുന്നത്. കന്റോൺമെന്റ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നും സെനറ്റ് അംഗങ്ങൾ പറയുന്നു. പോലീസ് സംരക്ഷണം നൽകണം എന്ന് നേരത്തെ ഹൈക്കോടതി പറഞ്ഞതാണ്. പക്ഷേ ആ പോലീസ് സംരക്ഷണം കൃത്യമായി തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് ഇവരുടെ വാദം. പരാതി സംബന്ധിച്ച് സർക്കാരിനോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശരി, കേരള സർവകലാശാലയുടെ കഴിഞ്ഞ സെനറ്റ് യോഗം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അതിനൊരു നിയമ നടപടിയുടെ സാധ്യതകൾ തേടുകയാണ് ഗവർണർ. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ആ യോഗത്തിൽ അധിക്ഷേപമുണ്ടായി ഇടതംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജിയും പരാതിയും ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത്.